Welcome students. Our next topic is Poiseuille's formula. This formula is for finding the volume of the liquid flowing per second through a capillary tube. നമ്മളോട് ഒരു കാപ്പിലറി ട്യൂബ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ കാപ്പിലറി ട്യൂബിൽ കൂടി ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഹാസ് എ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എൻഡ്സ് ഓഫ് ദി ട്യൂബ്. അപ്പോൾ ഒരു ട്യൂബിൽ കൂടി ഒരു കാപ്പിലറി ട്യൂബിൽ കൂടി ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ രണ്ട് എൻഡിലും എന്താണ് ഒരു പ്രഷർ ഡിഫറൻസ്. രണ്ടിടത്തും ഒരേ പ്രഷർ ആണെങ്കിൽ ലിക്വിഡ് ഫ്ലോ ചെയ്യില്ല. ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഒരു ഫോർവേഡിങ് ഫോഴ്സ് ഉണ്ടാകുന്നു, അങ്ങനെ ആ ലിക്വിഡിന് ഫ്ലോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കാപ്പിലറി ട്യൂബിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അതിനോട് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റയ്ക്കുള്ള ഇക്വേഷനും കൂടി നമുക്ക് അതിൻ്റെ അടുത്തുകൂടി കിട്ടുന്നു. ഇനി ഈ ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ അസംഷൻസ് പറയണം. ആ ഒരു അസംഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡെറിവേഷൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്: ദ ഫ്ലോ ഓഫ് ലിക്വിഡ് ഇൻ ദ ട്യൂബ് ഈസ് സ്ട്രീം ലൈൻ ആൻഡ് ടേക്സ് പ്ലേസ് പാരൽ ടു ദി ആക്സ് ഓഫ് ദി ട്യൂബ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു കാപ്പിലറി ട്യൂബ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ആക്സ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലോ എന്താണ്, ഒരു സ്ട്രീം ലൈൻ ആയിരിക്കണം. അപ്പോൾ സ്ട്രീം ലൈൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, സ്റ്റഡി ഫ്ലോ ആണ്. പിന്നെ വെലോസിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞതാണ് ഫസ്റ്റ് ക്ലാസ്സിൽ. സോ ദ ഫ്ലോ ഓഫ് ലിക്വിഡ് ഷുഡ് ബി എ സ്ട്രീം ലൈൻ ഫ്ലോ. പിന്നീട് എന്താണ്, ഇറ്റ് ഈസ് ടേക്സ് പ്ലേസ് പാരൽ ടു ദി ആക്സ് ഓഫ് ദി ട്യൂബ്. ഓക്കെ, ആക്സിന് പാരലായിട്ടുള്ള ഒരു ഫ്ലോ ആയിരിക്കണം അവിടെ ഉണ്ടാവുന്നത്. ഇനി അടുത്ത സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് അസംഷൻ എന്ന് പറഞ്ഞ ഇതാണ്: ദി പ്രഷർ ഓവർ എനി ക്രോസ് സെക്ഷൻ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി ആക്സ് ഓഫ് ദി ട്യൂബ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു കാപ്പിലറി ട്യൂബ് ആണെങ്കിൽ ഇതിൻ്റെ രണ്ടറ്റത്തും എന്താണ് ഒരു പ്രഷർ ഡിഫറൻസ് ഇവിടെ ഉണ്ടാകണം. പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ഫോർവേഡിങ് ഫോഴ്സ് ഉണ്ടാവുകയുള്ളൂ, ലിക്വിഡിന് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ്, പ്രഷർ ഡിഫറൻസ് ഈ ഒരു രീതിയിൽ ഉണ്ടാകണം. പക്ഷേ എന്താണ്, ഒരു റേഡിയൽ ഫ്ലോ അവിടെ ഉണ്ടാകാനും പാടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങോട്ടൊരു ഫ്ലോ ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. പക്ഷേ ഈ രണ്ട് എൻഡിലും എന്താണ് പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുകയും ചെയ്യണം. ഈ ഒരു ഫ്ലോയെ പറ്റുള്ളൂ. ഇതുപോലുള്ള റേഡിയൽ ഫ്ലോ നമുക്ക് അതിൻ്റെ അകത്ത് പറ്റില്ല. ഓക്കെ, അതാണ് രണ്ടാമത്തെ അസംഷൻ. മൂന്നാമത്തെ അസംഷൻ: ദ ലിക്വിഡ് ലെയർ ഇൻ കോണ്ടാക്ട് വിത്ത് ദി സൈഡ് ഓഫ് ദി ട്യൂബ് ഈസ് റെസ്റ്റ്. ദ വെലോസിറ്റി ഓഫ് ദി ലെയർ ഇൻക്രീസസ് ഇൻ എ റെഗുലർ മാനർ ടുവേർഡ്സ് ദി ആക്സ് ഓഫ് ദി ട്യൂബ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ ട്യൂബിലാണ്, ഇപ്പോൾ ജസ്റ്റ് ഒരു ഫിക്സ്ഡ് സർഫസ് ആണെന്ന് വിചാരിക്കുക. ഒരു ഫിക്സ്ഡ് സർഫസിലാണ് ഈ ലെയേഴ്സ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ഫിക്സ്ഡ് സർഫസിനോട് അടുത്ത് വരുന്ന ലെയർ അതിൻ്റെ വെലോസിറ്റി 0 അല്ലെങ്കിൽ ഇറ്റ് ഈസ് വെർച്വലി റെസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് ഈ ഒരു റെസ്റ്റ് സർഫസിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്തോറും, ലെയറിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്തോറും അതിൻ്റെ ലെയറിൻ്റെ വെലോസിറ്റി കൂടി വരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ട്യൂബാണ്. ഇതിപ്പോൾ ഒരു ഫിക്സ്ഡ് ഡിസ്റ്റൻസ് സർഫസ്, ഇതിപ്പോൾ ഇവിടെ ഒരു ട്യൂബാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്യൂബിൽ കൂടിയുള്ള ഒരു ലിക്വിഡ് ഫ്ലോ എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ട്യൂബിൻ്റെ സൈഡിൽ വരുന്ന ആ ലെയേഴ്സ് എന്തായിരിക്കും, ആ ലെയർ റെസ്റ്റിലാണ്. പിന്നീട് ആ ലെയറിൻ്റെ വെലോസിറ്റി, പല ലെയേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെയുള്ള ലെയേഴ്സ് എന്തായാലും ഒരു സിലിണ്ടറിക്കൽ ലെയർ പോലെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെയറിൻ്റെയൊക്കെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു വരുന്നു. എങ്ങോട്ട് വരുമ്പോൾ ഈ ആക്സ് ഓഫ് ദി ട്യൂബിൻ്റെയൊക്കെ അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഓക്കെ, അപ്പം മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ആക്സിൽ കൂടെയുള്ള അതിൽ കൂടെയുള്ള ലിക്വിഡിനായിരിക്കും മാക്സിമം വെലോസിറ്റി വരുന്നത്. ഈ ആക്സിൽ നിന്ന് അകന്നു പോകുന്തോറും എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞാണ് വരുന്നത്. ഇനി അടുത്ത നാലാമത്തെ അസംഷൻ ഇതാണ്: ദ ട്യൂബ് ഈസ് ഹൊറിസോണ്ടൽ സോ ദാറ്റ് ദ ഗ്രാവിറ്റി ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദി ഫ്ലോ. സോ അത് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ അല്ല, ഹൊറിസോണ്ടൽ ആയിരിക്കണം ട്യൂബ്. ഇനി അടുത്തത് ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുന്നു. യു ക്യാൻ സീ, ഇപ്പോൾ കൺസിഡർ എ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി റോ ത്രൂ എ ഹൊറിസോണ്ടൽ കാപ്പിലറി ട്യൂബ് ഓഫ് ലെങ്ത് എൽ ആൻഡ് റേഡിയസ് എ. അപ്പോൾ റേഡിയസ് എന്ന് പറയുമ്പോൾ ഈ ആക്സിൽ നിന്ന് ഇവിടെ വരെയുള്ള അല്ലേ, റേഡിയസ് എ ഉള്ള, അതുപോലെ തന്നെ ഈ ട്യൂബിൻ്റെ ലെങ്ത്ത് എൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാപ്പിലറി ട്യൂബിൽ കൂടെ റോ ഡെൻസിറ്റി ഉള്ള ഒരു ലിക്വിഡ് പാസ് ചെയ്യുകയാണ്. ഓക്കെ, ഫ്ലോ ചെയ്യുകയാണ്. ഇനി ഈ രണ്ട് എൻഡ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് പി ആണ്. ദെയർ ഈസ് എ പ്രഷർ ഡിഫറൻസ്, അതുകൊണ്ടാണ് ലിക്വിഡ് മൂവ് ചെയ്യുന്നത്. ഇനി എക്സ് വൈ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കണ്ടല്ലോ, ഈ എക്സ് വൈ ആണ് ഇവിടുത്തെ ആക്സിസ് ഓഫ് ദി ട്യൂബ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ ലെയർ വിച്ച് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി വാൾസ് ഓഫ് ദ ട്യൂബ് ഈസ് പ്രാക്ടിക്കലി 0. അപ്പോൾ ഈ ഒരു ലെയർ, അതായത് ഈ ട്യൂബിൽ കോണ്ടാക്റ്റ് വരുന്ന ആ ലെയർ
അതിൻ്റെ വെലോസിറ്റി പ്രാക്ടിക്കലി 0 ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇനി ആക്സിസിലോട്ട് വരുന്തോറും വെലോസിറ്റി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഓക്കെ, അപ്പോൾ സോ മാക്സിമം വെലോസിറ്റി ഈസ് ഫോർ ദി ലിക്വിഡ് ഫ്ലോയിങ് അലോങ് ദി ആക്സിസ്. പിന്നെ നമ്മളിവിടെ ഒരു സിലിണ്ടറിക്കൽ ലെയർ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ട്യൂബിൽ കൂടി ഒരു ലിക്വിഡ് പാസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ലെയേഴ്സ് ഏത് ടൈപ്പ് ആയിരിക്കും, സിലിണ്ടറിക്കൽ ലെയേഴ്സ് ആയിരിക്കും വരുന്നത് അല്ലേ. ഒന്നിന് മുകളിൽ ഒന്നിനും ഒരു സിലിണ്ടറിൻ്റെ മുകളിൽ ഒരു സിലിണ്ടർ ഇങ്ങനെ വെക്കുന്ന രീതിയിൽ അടുക്കി വെക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ലെയർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലൊരു സിലിണ്ടറിക്കൽ ലെയർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, എക്സ് റേഡിയസ് ഉള്ള ഒരു സിലിണ്ടർ, എവിടെ നിന്ന്, ആക്സിസിൽ നിന്ന് എക്സ് റേഡിയസ് ഉള്ള ഒരു സിലിണ്ടർ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. ഇതാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ആ ലെയറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണെന്ന് വിചാരിക്കുക. ലെയറിൻ്റെ വെലോസിറ്റി വി. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്താണ്, ഡി വി ബൈ ഡി എക്സ് ആണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. സോ ഒരു ലെയർ കൺസിഡർ ചെയ്യുന്നു, എക്സ് ഡിസ്റ്റൻസിലുള്ള റേഡിയസ് ഉള്ള ഒരു ലെയർ കൺസിഡർ ചെയ്യുന്നു, അവിടുത്തെ വെലോസിറ്റി വി ആണ്. ദെൻ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഡി വി ബൈ ഡി എക്സ് ആണ്. ഓക്കെ, അത് ഈ ഒരു രീതിയിൽ കാണിച്ചിരിക്കുകയാണ്. കുറച്ചും കൂടി അപ്പം മനസ്സിലാകും. ആദ്യത്തെ ലെയർ എക്സ്, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതാണ് മാക്സിമം സിലിണ്ടറിൻ്റെ സിലിണ്ടർ ഫുൾ അതിൻ്റെ ഒരു റേഡിയസ് എന്ന് പറഞ്ഞാൽ എ ആണ്. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ലെയർ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന റേഡിയസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ദ ലിക്വിഡ് ലെയർ ജസ്റ്റ് ഔട്ട്സൈഡ് ദിസ് സിലിണ്ടർ ഓഫ് റേഡിയസ് എക്സ് ഈസ് മൂവിങ് സ്ലോലി കമ്പയർഡ് ടു ദി ഇൻസൈഡ് ദി ലെയർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആദ്യത്തെ ഒരു ലെയർ കൺസിഡർ ചെയ്തു, അതിനുശേഷം എന്താണ് അടുത്ത മറ്റൊരു ലെയർ കൺസിഡർ ചെയ്തു. ഇതാണ് മറ്റൊരു ലെയർ. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിൽ നിന്ന് അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഡി എക്സ് ആണ്. അത് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ലെയർ കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ റേഡിയസ് എക്സ് പ്ലസ് ഡി എക്സ് ആണ്. നമുക്കറിയാം ആക്സിസിൽ നിന്ന് അകലും തോറും എന്ത് സംഭവിക്കുന്നു, ആദ്യത്തേന് വി വെലോസിറ്റി ആണെങ്കിൽ അതെന്താണ്, അടുത്ത ലെയർ കൺസിഡർ ചെയ്തപ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറച്ചും കൂടി കുറവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ദ ലിക്വിഡ് ലെയർ ജസ്റ്റ് ഔട്ട്സൈഡ് ദിസ് ലെയർ ഓഫ് റേഡിയസ് എക്സ് ഈസ് മൂവിങ് സ്ലോലി കമ്പയർഡ് ടു ദി ഇൻസൈഡ് ദി ലെയർ. Hence the layer outside exerts a retarding force എഫ് ഓൺ ദി സർഫസ് ഓഫ് ദി സിലിണ്ടർ. സോ അങ്ങനെ ഒരു റിലേറ്റീവ് വെലോസിറ്റി അവിടെ ഉണ്ടാകുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനിടയ്ക്ക് എന്താണ്, ഒരു വിസ്കസ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ, ഒരു റിട്ടാർഡിങ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഫോഴ്സ് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഈറ്റ എ ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്, വേർ എഫ് ഈസ് ദ വിസ്കസ് ഫോഴ്സ്, ഈറ്റ ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, എ ഈസ് ദി ഏരിയ ഓഫ് ദി അല്ലെങ്കിൽ സർഫസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ, ദെൻ ഡി വി ബൈ ഡി എക്സ് ഈസ് ദി വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഇനി നമുക്ക് ഏരിയയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഏരിയ ഓഫ് ദി സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏരിയ ഓഫ് ദി സിലിണ്ടർ 2πRH എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, വേറെ ആർ ഇസ് ദ റേഡിയസ്, എച്ച് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ. ഇവിടെ നമ്മൾ എന്താണ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് എത്രയാണ്, എല്ലാണ്. അതുപോലെ തന്നെ ആറ്, റേഡിയസ് എത്രയാണ്, ഇവിടെ എടുത്തിരിക്കുന്ന റേഡിയസ് എത്രയാണ്, എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ലെയറാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് എന്താണ്, എൽ തന്നെയാണ്, റേഡിയസ് പക്ഷേ എത്രയാണ്, എക്സ് ആണ്. സോ അതുകൊണ്ടാണ് റേഡിയസ് ഏരിയ എന്ന് പറയുന്നത് 2πXL എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഏരിയയുടെ ഇക്വേഷൻ, ഏരിയയ്ക്കുള്ള ഈ ഒരു ഇക്വേഷൻ എന്താണ്, നമുക്ക് മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഏരിയയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഈറ്റ 2πXL ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ ഇതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോഴ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിൻസ് പി ഇസ് ദ ഡിഫറൻസ് ഓഫ് പ്രഷർ ബിറ്റ്വീൻ ദി എൻഡ്സ് ഓഫ് ദി ട്യൂബ്, ദ ഫോഴ്സ് ഡ്രൈവിംഗ് ദി ലിക്വിഡ് ഫോർവേഡ്സ്. അപ്പം അതിനിടയ്ക്ക് ആ ഒരു ട്യൂബിൻ്റെ രണ്ട് എൻഡിലും എന്താണ്, ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ലിക്വിഡ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലിക്വിഡ് മൂവ് ചെയ്യുന്നത് എന്താണ്, ദർ ഇസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലേ, ലിക്വിഡിനെ മൂവ് ചെയ്യിക്കാനായിട്ടൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പ്രഷർ അറിയാം, ഫോഴ്സ് ബൈ ഏരിയ ആണല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ ഇൻറ്റു ഏരിയ. ആൻഡ് വാട്ട് ഈസ് പ്രഷർ ഡിഫറൻസ് ഹിയർ, പി. ആൻഡ് വാട്ട് ഈസ് ഏരിയ എന്ന് പറയുന്നതാണ് പൈ ആർ സ്ക്വയർ. അപ്പോൾ അതിന് പകരം നമുക്കിവിടെ πX സ്ക്വയർ എന്ന് മാത്രം എടുക്കാൻ, ആ ഒരു ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ πX സ്ക്വയർ. സോ ഇവിടെ എന്താണ്, ഈ ഫ്ലോ, when the flow is steady there will be no acceleration of the liquid, that is the forward driving force must be equal to the retarding
വിസ്കസ് ഫോഴ്സ്. ഇതൊരു സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. അപ്പോൾ എന്താണ്, ആ ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റഡിയാണ്. സോ ദിസ് ഫോഴ്സ് മസ്റ്റ് ബി ഈക്വൽ ടു ദി റിട്ടാർഡിങ് ഫോഴ്സ്, അല്ലേ? ഫോർവേഡ് ചെയ്യിക്കുന്ന ഫോഴ്സ് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ആ റിട്ടാർഡിങ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം. സോ അതുകൊണ്ട് എന്താണ്, ഞാൻ ഇവിടെ ഈ ക്യാപിറ്റൽ എഫിന് പകരം ഞാൻ ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് പി ഇൻറ്റു പൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഈറ്റ 2π XL dv ബൈ ഡി എക്സ്. ഇതിൻ്റെ അകത്ത് ഡി വി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി വി ഈസ് മൈനസ് പി എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ 2π ടു ഈറ്റ എൽ. അപ്പം നമുക്ക് ഡി വി ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി കിട്ടും, അല്ലേ? സോ ഇൻ്റഗ്രേറ്റ് ഡി വി വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ പി ഡിവൈഡ് ബൈ 2 ഈറ്റ എൽ ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് പി എന്ന് പറയുന്ന പ്രഷർ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആണ്, ഈറ്റ കോൺസ്റ്റൻ്റ് ആണ്, ലെങ്ത് ഓഫ് ദി ട്യൂബ് കോൺസ്റ്റൻ്റ് ആണ്, എക്സ് ഡി എക്സിനെയാണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. ആ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി, വേർ സി ഇസ് ദി കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഈ ഒരു സിക്ക് നമുക്കിനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അറ്റ് ദി വാൾസ് ഓഫ് ദി ട്യൂബ് വെയർ എക്സ് ഈക്വൽ ടു എ ആൻഡ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കണ്ടാൽ അറിയാം, ഇവിടെ ഈ ഒരു ട്യൂബിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ട്യൂബിൻ്റെ റേഡിയസ് എ ആണ്, അല്ലേ? ട്യൂബിൻ്റെ റേഡിയസ് എ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, അറ്റ് എക്സ് ഈക്വൽ ടു എ, ഇത് എക്സ് റേഡിയസ് ഇങ്ങനെ കൂടി അതായത് മാക്സിമം എക്സ് എത്തുന്നത് എവിടെയാണ്, എക്സ് ഈക്വൽ ടു എ വരുമ്പോഴാണ്, ആ റേഡിയസ് ഓഫ് ദി ട്യൂബ് വരുമ്പോഴാണ്. ആ സമയത്ത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ ട്യൂബുമായിട്ട് കോണ്ടാക്ട് വരുന്ന ലെയറിൻ്റെ വെലോസിറ്റി എന്താണ്, 0, അല്ലേ? പ്രാക്ടിക്കലി ഇറ്റ് ഈസ് എ ട്രസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞത്. സോ എക്സ് ഈക്വൽ ടു എ, വി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ അപ്ലൈ ചെയ്യുമ്പം വി 0 ആകും, അതുപോലെ തന്നെ എക്സ് എന്താകും, ഇവിടെ എ ആകും. അപ്പോൾ എക്സ് സ്ക്വയറിന് പകരം ഇവിടെ എന്ത് വരും, എ സ്ക്വയർ വരും. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എന്താണ്, സി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വേർ സി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഈറ്റ എൽ. അപ്പോൾ ഇനി നമുക്ക് എന്താണ്, ഈ സിയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ 3ൽ വീണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ്, മൈനസ് പി എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഈറ്റ എൽ പ്ലസ് പി എ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഈറ്റ എൽ. അവിടെ പി ഡിവൈഡ് ബൈ 4 ഈറ്റ എൽ എന്ന് പറയുന്നത് രണ്ട് ടേമിലും കോമൺ ആയിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് ഒരു കോമൺ ടേം ആയിട്ട് എടുക്കുന്നു. ദെൻ ഇൻസൈഡ് ദി ബ്രാക്കറ്റ് എന്ത് വരും, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ മൈനസ് വരുന്നതുകൊണ്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതി. സോ ഇതെന്താണ്, ഇറ്റ് ഈസ് ദി വെലോസിറ്റി ഓഫ് ദി ലിക്വിഡ്. എവിടെയുള്ളത്, അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദി ആക്സ് ഓഫ് ദി ട്യൂബ്. അപ്പോൾ ഈ ഒരു ആക്സിസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെ നമ്മളൊരു ലെയർ കൺസിഡർ ചെയ്തില്ലേ, ഈ ലെയറിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പി ഡിവൈഡ് ബൈ 4 ഈറ്റ എൽ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിച്ചു, ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കണം, അല്ലേ? സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത് ചെയ്യുന്നത്. ഇഫ് ഡി എക്സ് ഈസ് ദ തിക്നെസ് ഓഫ് ദി ലെയർ ഹാവിങ് ഇന്നർ റേഡിയസ് എക്സ് ഓർ കൺസിഡറിങ് ദി ലെയർ liquid flowing between two coaxial cylinders of radii x and x plus dx, the volume of the liquid flowing per second is. അപ്പോൾ അതിന് മുന്നേ ഏത് ലെയേഴ്സാണ് കൺസിഡർ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ എക്സ് എന്ന് പറയുന്നത് നമ്മളൊരു ലെയർ കൺസിഡർ ചെയ്തല്ലോ, ഈ ലെയറിൻ്റെ തിക്നെസ് ഡി എക്സ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ മറ്റൊരു ലെയർ, മറ്റൊരു ലെയറും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനിടയിൽ ഫ്ലോ ചെയ്യുന്ന, ഈ രണ്ട് ലെയേഴ്സിനിടയിലായിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ലിക്വിഡാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ലിക്വിഡിൻ്റെ തിക്നെസ് എന്തായിരിക്കും, ഇത് എക്സ് പ്ലസ് ഡി എക്സ് ആണ്, ഇത് എക്സ് ആണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്തായിരിക്കും, ആ ലിക്വിഡിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ എത്ര വരും, ഡി എക്സ് വരും, അല്ലേ? സോ അതാണ് പറഞ്ഞത്, ഇഫ് ഡി എക്സ് ഈസ് ദ തിക്നെസ് ഓഫ് ദി ലെയർ ഹാവിങ് ഇന്നർ റേഡിയസ് എക്സ്, then the volume of the liquid flowing per second is, we can write this as a dv is equal to velocity into area of cross section of the cylindrical layer of thickness dx. അപ്പോൾ ഇവിടെ വോളിയമാണ് പറഞ്ഞിരിക്കുന്നത്. വോളിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഏരിയ ഇൻറ്റു ദറ്റ് ലെങ്ത് എന്നൊക്കെ പറയാമല്ലോ, ഏരിയ ഇൻറ്റു ദെൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയാം. ഇപ്പോൾ ഏരിയ ഞാൻ ഓൾറെഡി എഴുതി, പിന്നെ ഇവിടെ വെലോസിറ്റിയാണ്, ലെങ്ത്തിന് പകരം വെലോസിറ്റിയാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വോളിയം ഓഫ് ദി ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ എന്തെഴുതാം, ഏരിയ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ പെർ സെക്കൻഡ്, ലെങ്ത്ത് അതായത് ടൈം, അല്ലേ? അപ്പോൾ ലെങ്ത്ത് ബൈ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും, വെലോസിറ്റി വരും. അതുകൊണ്ടാണ് ഇവിടെ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്നുള്ള ഫോമിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്, കേട്ടോ. സോ ഡി വി ഇസ് ഈക്വൽ ടു, ഇത് ഈ വി കൊടുത്തിരിക്കുന്നത് എന്താണ്, അത് വോളിയത്തിൻ്റെയാണ്, കേട്ടോ. സോ ഡി വി ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി സിലിണ്ടറിക്കൽ ലെയർ ഓഫ് തിക്നെസ് ഡി എക്സ്. അപ്പോൾ വെലോസിറ്റി ഞാൻ സ്മോൾ ലെറ്റർ വി കൊടുത്തു,
ഏരിയ ഓഫ് ദി സിലിണ്ടറിക്കൽ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 2πx dx. ഓക്കെ, ഒരു ക്രോസ് സെക്ഷനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 2πx dx വന്നത്. ഇനി ഓക്കെ, ഇനി വെലോസിറ്റി v നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ അതിനെ നമുക്ക് എന്താണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്, p/4 η l × a² - x² × 2πx dx. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ 4 and 2 ക്യാൻസൽ ചെയ്തു, അപ്പോൾ ഡിനോമിനേറ്ററിൽ 2 വന്നു, ബാക്കി എന്ത് വരും, dv is equal to pi into p divided by 2 eta l into a² - x² x into dx. ഇനി volume of the liquid flowing per second through the tube is obtained by integrating the above expression between x equal to 0 and x equal to a. ഇതിപ്പോൾ ഒരു സ്മോൾ വോളിയം ഡി വി എന്ന് പറയുന്നൊരു സ്മോൾ വോളിയം, എന്താണ് ഡി എക്സ് എന്ന് പറയുന്ന തിക്നെസ് കൺസിഡർ ചെയ്താൽ ആ ഒരു തിക്നെസ്സിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ വോളിയം മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ആ കാപ്പിലറി ട്യൂബ് ഫുള്ള് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കാപ്പിലറി ട്യൂബിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ആ ലിക്വിഡിൻ്റെ വോളിയം പെർ സെക്കൻഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻറ്റഗ്രേറ്റ് ബിറ്റ്വീൻ ദ ലിമിറ്റ് x = 0 to x = a. കാരണം x = a എന്ന് പറയുന്നത് മാക്സിമം ആണ്. എന്തിൻ്റെ മാക്സിമം, ആ ഒരു ട്യൂബിൻ്റെ റേഡിയസ് ആണ് അല്ലേ. സോ x = 0 to x = a നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, ഇൻറ്റഗ്രൽ 0 to a, ദെൻ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ എക്സ് കൊണ്ട് ഇവിടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് a² - x³ അതിനുശേഷം നമുക്ക് എക്സിനെയാണല്ലോ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ 0 to a ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്, pi into p a⁴ divided by 8 eta l. So this is the volume of the liquid flowing through the tube per second. So v is equal to, capital V is equal to pi into p a⁴ divided by 8 eta l. So this is the Poiseuille's equation for the rate of flow of liquid through a capillary tube. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈറ്റ ഉണ്ടല്ലോ, നമുക്കിപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഈറ്റ ഈസ് ഈക്വൽ ടു, നേരെ ഈറ്റ ഇവിടെ കൊണ്ടുവരുന്നു, ക്യാപിറ്റൽ വി ഡിനോമിനേറ്ററിൽ വരുന്നു. സോ ഈറ്റ ഈസ് ഈക്വൽ ടു pi into p a⁴ divided by 8 l v, where p is the pressure difference, a is the radius of the tube, l is the length of the tube, v is the volume of the liquid flowing through the tube per second.